കമ്പനി ബോർഡ് എന്ന് പറയുന്ന ഡെസിഗ്നേഷനിൽ 2 പേപ്പർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ആ സമയത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. ഇനി നിങ്ങൾ പറ. നമസ്കാരം, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ കേരള PSC ഡിഗ്രി പരീക്ഷ എഴുതിയ കുട്ടികൾ ഫേസ് 1ഉം ഫേസ് 2 എക്സാമും കഴിഞ്ഞ സാഹചര്യത്തിൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, മെയിൻസ് പഠിച്ചു തുടങ്ങണോ? ഇനി തുടങ്ങി തന്നെ എവിടെ തുടങ്ങണം? സിലബസ് വന്നില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിലബസ് ഒരു 5-6 ദിവസത്തിനുള്ളിൽ വരും. കാര്യം ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഓൾറെഡി ജൂലൈ വരെയുള്ള കലണ്ടർ വന്നു. ഓഗസ്റ്റ് മാസത്തെ എക്സാം കലണ്ടർ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ സിലബസ് എന്തായാലും വരും, വരാതിരിക്കില്ല. സിലബസ് വരുന്നത് വരെ എന്ത് ചെയ്യണം? പഠിക്കണോ? സിലബസ് മാറോ? നമ്മൾ ഈ കഴിഞ്ഞ എക്സാമുകളെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമാണ് സിലബസ് വരാത്ത അല്ലെങ്കിൽ ഒരൊറ്റ പേപ്പറുള്ള ഒരു പരീക്ഷ. ഈ പരീക്ഷയെ മൊത്തം ഡിഗ്രി പ്രിലിംസിന്റെ SI പരീക്ഷ ആയിക്കോട്ടെ, LSGD പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ ആയിക്കോട്ടെ, സെക്രട്ടറി ടെസ്റ്റിന്റെ പരീക്ഷ ആയിക്കോട്ടെ, ഈ പരീക്ഷകളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കമ്പനി ബോർഡ് എന്ന് പറയുന്ന പരീക്ഷ പല ബോർഡുകളിലേക്ക് നടത്തുന്ന KSEB, KSRTC, KWA അങ്ങനെ ഒരുപാട് ബോർഡിലേക്ക് നടത്തുന്ന പരീക്ഷ. അവർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഒരു പരിധി വിട്ടിടാൻ പറ്റില്ല. ആ സമയത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നതും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നതും നിശ്ചിത ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തുന്ന പരീക്ഷയാണ്. അവർക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇടാം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് എന്ന് പറയുന്ന ഡെസിഗ്നേഷനിൽ 2 പേപ്പർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ആ സമയത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. ഇനി നിങ്ങൾ പറ, യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രം ജോലി കിട്ടുന്ന ഒരു പരീക്ഷയ്ക്ക് എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? പേപ്പർ 2 2 പേപ്പർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? സെക്രട്ടേറിയറ്റ് പോലെ, LSGD പോലെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് സാധ്യതയില്ലേ? ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്ത് നോക്കാം. പേപ്പർ 1 പേപ്പർ 2 കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2026 ഉണ്ടാകുമോ ഇല്ലയോ നോക്കാം. ഫസ്റ്റ്, ഇതായിരുന്നു ലാസ്റ്റ് നടന്ന കമ്പനി ബോർഡിന്റെ സിലബസ്. അവസാനം നടന്ന കമ്പനി ബോർഡ് എക്സാമിന്റെ സിലബസ് ഇതായിരുന്നു. ഈ സിലബസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ്, ക്ലർക്ക്, ടൈം കീപ്പർ, ഏതൊക്കെ KSFE, KSEB, KMML, കെൽട്രോൺ എക്സെട്ര ഇത്രയും ബോർഡുകളിലേക്കുള്ള പരീക്ഷയുടെ സിലബസാ. ഈ സിലബസിൽ മനസ്സിലാക്കേണ്ടത് എന്താ? ജനറൽ ടോപ്പിക് ആയിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ്, ബയോളജി, ലൈഫ് സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, ആർട്സ്, IT ഇത്രയും സാധനം ജനറൽ ടോപ്പിക്കാ. താഴെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഇതും ജനറൽ ടോപ്പിക്കാ. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആക്ട് വരുന്നിടത്ത് മാത്രമേ 5 മാർക്കിന് മാത്രമേ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ആ പോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പോസ്റ്റിന്റെ സിലബസ് അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ വരാൻ സാധ്യതയുള്ളത് എന്താ? ആ മാർക്കിന്റെ എണ്ണം കുറച്ച് കൂട്ടും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്, കമ്പനി ലോ എന്ന് പറയുന്ന കുറച്ച് ചാപ്റ്റർ ചിലപ്പോൾ കൂട്ടുമായിരിക്കും. ഈ 5 മാർക്ക് എന്നുള്ളത് കൂടി ഒരു 20 മാർക്കിന്റെ ഒക്കെ അടുത്ത് എത്തുമായിരിക്കും. 20 മാർക്ക് പ്ലസിലേക്ക് എത്തുമായിരിക്കും. 20-ന് 25-ന് ഇടയിൽ എത്തുമായിരിക്കും. അതേ ഇവിടെ മാറ്റം വരാൻ പോകുന്നുള്ളൂ. കാര്യം ഒരുപാട് ബോർഡിലേക്ക് നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സിലബസിന് ഒരൊറ്റ പേപ്പർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നടത്തിയ പോലെ ഒരു പേപ്പർ 2 ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, സാധ്യത കുറവാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇപ്പൊ ഈ തള്ളൊക്കെ തള്ളിയിട്ട് എന്ത് ഗുണമുള്ളത്? ഗുണമുണ്ട്. എന്താ? പേപ്പർ 1 വെടിപ്പായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി ഒരു 10 ദിവസം എടുത്തു തന്നെ വിചാരിക്കുക, ഒരു 10 ദിവസം എടുത്തു തന്നെ വിചാരിക്കുക സിലബസ് വരാൻ. ഈ 10 ദിവസം കൊണ്ട് പേപ്പർ 1 ഈ പറയുന്ന ടോപ്പിക്കുകൾ വ്യക്തമായിട്ട് റിവൈസ് ചെയ്യുക, നോട്ട്സ് എല്ലാം കറക്റ്റ് ആക്കി വെക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. അതോടുകൂടി സിലബസ് വരും. ഈ മാറ്റം അപ്പൊ പഠിച്ചു തുടങ്ങാം. അതുവരെ പഠിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഫേസ് 1 ഫേസ് 2 പരീക്ഷയ്ക്ക് 40 മാർക്കിന്റെ മുകളിലുള്ള എല്ലാവർക്കും എന്ത് വേണേലും പഠിക്കാം. അവർക്ക് യൂണിവേഴ്സിറ്റി പഠിച്ചു തുടങ്ങാം, കമ്പനി ബോർഡും പഠിച്ചു തുടങ്ങാം. 40-ന് മുകളിലുള്ള എല്ലാവരും കമ്പനി ബോർഡ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഒരു പേപ്പർ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. ആ പേപ്പറിൽ തന്നെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്, ഈ ആക്ട് കുറച്ചുകൂടി വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. അത്രയും ഞാൻ കാണുന്നുള്ളൂ, ഞങ്ങൾ കാണുന്നുള്ളൂ.
അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സിലബസിൽ എത്തുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ കുറച്ചുകൂടെ പർവ്വതീകരിക്കാൻ പോകുന്നത്, വലുതാവാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റില് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ടോപ്പിക്കിൽ സ്പെഷ്യൽ ടോപ്പിക് കാര്യമായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതിനു മുന്നേ നടന്നത് 2022 അന്ന് ഈ പറയുന്ന പോലെ അവിടെയും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള, ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. താഴെ കറണ്ട് അഫെയർ, മാത്സ്, ഇംഗ്ലീഷ് ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ 13 മാർക്കിന് എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ പോസ്റ്റ് റിലേറ്റഡ്, ആ പോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ പോസ്റ്റിന്റെ സിലബസ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ സ്പെസിഫിക് സിലബസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, ഇതിനെല്ലാം പേപ്പർ 2 ഉണ്ടായിരുന്നു. ഇതും മോശമില്ലാത്തൊരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ പേപ്പർ 2 ഇതിന് പ്രതീക്ഷിക്കാം. ഇനി പേപ്പർ 2 ഉണ്ടോ ഇല്ലയോ സാർ, ഇപ്പൊ ഈ തള്ളക്ക മാറ്റി വെക്കും സാറേ, ഞങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികൾ എന്ത് ചെയ്യണം? കുട്ടികൾ പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ പേപ്പറിനുള്ളത് പഠിച്ചു വെക്കുക, അത് റിവൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. റിവൈസ് ചെയ്യുക, PYQ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനുള്ള ടെക്നിക്കുകൾ പഠിച്ചു വെക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി സിലബസ് ഒന്ന് നോക്കിയേ, ഈ സിലബസ് ഒന്ന് നോക്കിയേ. ഇത് ഓൾറെഡി ഉള്ള സിലബസ് ആണ്, ഓൾറെഡി നമ്മുടെ കൈവശമുള്ള സിലബസ് ആണ്. ഇത് പഠിച്ചു തുടങ്ങുക, ഇത് മാറാൻ പോകുന്നില്ല. ഓക്കെ, 2022 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലുള്ള ഇമ്പോർട്ടന്റ് ആക്ട് സിലബസ് ആണ്. ഇവിടെ കമ്മീഷനുകൾ വരുന്നുണ്ട്, ഇവിടെ UGC വരുന്നുണ്ട്. ഇതൊന്നും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. നാളെ മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരു 40-45 ഒരു 45+ ഉള്ളവര് നാളെ മുതൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ മുതൽ തന്നെ ഇത് പഠിക്കാൻ തുടങ്ങിക്കോ, ഈ ഏരിയ അങ്ങ് പഠിക്കാൻ തുടങ്ങിക്കോ. ഉറപ്പാണ് ഈ ഏരിയ മാറ്റാൻ പോകുന്നില്ല, ഒരു സംശയവും വേണ്ട. മുന്നോട്ട് പോയാൽ ഈ 2 യൂണിറ്റുകൾ ഉള്ളതാണ്. ഇനി നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. പേപ്പർ 2 ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെയാണ് അഡീഷൻ വരാൻ പോകുന്നത്? അതറിയാൻ വേണ്ടി ഈ സിലബസ് എവിടെ നിന്ന് PSC കിട്ടും? ഈ ഭാഗത്ത് ഈ ഇമ്പോർട്ടന്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻ എക്സെട്ര, ഈ പറയുന്ന 2 കാര്യങ്ങൾ, 2 യൂണിറ്റുകൾ എവിടെന്നാ കിട്ടിയത്? ഇഗ്നോവിന്റെ സിലബസിൽ നിന്ന് കിട്ടിയതാ. MA എഡ്യൂക്കേഷൻ BEd സിലബസ്, ഇഗ്നോവിന്റെ സിലബസിലുള്ള അതേ സാധനം ഇവിടെ 2-ലുള്ളത്. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇനി സിലബസിൽ അഡീഷൻ വരാൻ സാധ്യതയുള്ളത് ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ വരാം. അവിടെ വുഡ്സ് ഡിസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, കൽക്കട്ട യൂണിവേഴ്സിറ്റി, ഹാർട്ടോ കമ്മീഷൻ, ഇതെല്ലാം വരാം. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് വരാം, ആർട്ടിക്കിൾ. അതായത് സെക്രട്ടറി അസിസ്റ്റന്റ്, LGSന്റെയും ഏതിന്റെയും സിലബസ് എടുത്ത് നോക്കിക്കോ, SIയുടെ മെയിൻസിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ വല്ലാതെ ഉണ്ട്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കാം. സർവശിക്ഷ അഭിയാൻ, സമഗ്ര ശിക്ഷ അഭിയാൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2025 ചോദിക്കാം. കീ എഡ്യൂക്കേഷൻ ഏജൻസി ആയിട്ടുള്ള NICC, AICTE, NTC, NCERT, SCERT, കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, ഇതെല്ലാം ചോദിക്കാം. ഈ 2 കാര്യങ്ങളാണ് അഡീഷൻ വരാൻ സാധ്യതയുള്ളത്. ഇതിന്റെ കൂടെ കോൺസ്റ്റിറ്റ്യൂഷനും ITയും എല്ലാം ചേർത്ത് ഒരു പേപ്പർ 2 ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ PSCക്ക്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പഠിക്കാൻ ഉള്ള കുട്ടികൾ ചെയ്യേണ്ടത്, അവർക്കൊരു 40 മാർക്കിന്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിനക്കൊരു 40 മാർക്സിന്റെ മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനറൽ പേപ്പർ പഠിച്ചു തുടങ്ങുക. പേപ്പർ 1 അങ്ങ് പഠിച്ചു തുടങ്ങുക. വേറെ ഒന്നും ആലോചിക്കണ്ട, പേപ്പർ 1 അങ്ങ് പഠിച്ചു തുടങ്ങുക. ഒന്നും ആലോചിക്കണ്ട. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 45 മാർക്കിന്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, 45 മാർക്സിന് മുകളിൽ നിനക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ 2022 സിലബസിലുള്ള സ്പെഷ്യൽ ടോപ്പിക് ഇല്ലേ, ഞാൻ കാണിച്ചിരുന്ന ടോപ്പിക് ഇല്ലേ, ആ ടോപ്പിക് അങ്ങ് പഠിച്ചു തുടങ്ങുക. അതിനകത്ത് NEP വരും, UGC വരും, ബാക്കി കമ്മീഷനുകൾ വരും, അത് പഠിച്ചു തുടങ്ങുക. അതിന്റെ കൂടെ തന്നെ പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ ടോപ്പിക്കുകൾ പഠിച്ചു തുടങ്ങുക. സോ സിലബസ് വരാത്തത് ഒരു കാരണമല്ല. ഇനി എന്റെ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, കമ്പനി ബോർഡ് ഒരു പേപ്പറും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2 പേപ്പറും ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ 2ഉം ഒരു പേപ്പർ ആവാനാണ് സാധ്യത. എന്തായാലും കമ്പനി ബോർഡിന് 2 പേപ്പർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് മനസ്സിലാക്കുക, പഠിക്കാൻ തുടങ്ങുക. നമ്മുടെ മുമ്പിൽ 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്, കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്.
കമ്പനി ബോർഡ് 3000-ഓളം ഒഴിവുകൾ പോയൊരു പരീക്ഷയാ. ഇങ്ങനൊരു അവസരം ഇനി കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ മുന്നത്തെ കൊല്ലവും പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഈ അവസരം കിട്ടിയിട്ടില്ല. ഇനി ഇങ്ങനൊരു അവസരം ഉണ്ടാവാൻ പോകുന്നില്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പരീക്ഷയുടെ പ്രത്യേകത എന്താ? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ പ്രത്യേകത എന്താ? ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡെസ്ക് ജോബാണ്. നല്ല ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത്രയും സെറ്റിൽ ആയിട്ടുള്ള ജോലിയാണ്. പക്ഷെ 300 പേരാണ് അഡ്വൈസ് ചെയ്തുവരെ പോയിട്ടുള്ളൂ. അതിനൊരു ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ടാവും. ശരിയാണ്. എന്നാലും വ്യക്തമായ ഒരു സിലബസ് വെച്ചിട്ട് വ്യക്തമായ ഒരു ഐഡിയ വെച്ചിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ, ഒരു മെന്റർ പറഞ്ഞു തരാനുണ്ടെങ്കിൽ, ലൈവും റെക്കോർഡഡ് ക്ലാസ്സും പാരലലി നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ മാത്രം, ചിലടത്ത് റെക്കോർഡഡ് ക്ലാസ് മാത്രം. അങ്ങനെയല്ല, റെക്കോർഡഡ് ക്ലാസ്സിലെ ഇൻഫർമേഷൻ മൊത്തം ഉണ്ടാക്കി വെക്കുക. 3 മാസം കൊണ്ട് റെക്കോർഡ് ക്ലാസ് മൊത്തം തീർക്കാൻ പറ്റുമോ? പറ്റില്ല, ബുദ്ധിമുട്ടാ. ലൈവ് ക്ലാസ്സുകളോട് കൊടുക്കുന്നു. ഇനി 3 മാസം കൊണ്ട് ലൈവ് ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുമോ? അതും പറ്റില്ല. രണ്ടിന്റെയും ഇടയിൽ നിൽക്കുക. എന്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മെന്റർ ഉണ്ടാവുക. PDF നോട്ടുകൾ, സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യുന്നു, മോക്ക് ടെസ്റ്റുകൾ വരുന്നു, MCQs മാക്സിമം ചെയ്ത് പോകുന്നവനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് 140+ ആണ് കട്ട് ഓഫ്. അതിൽ പേപ്പർ 2 അല്ല ഒരാളെ ജയിപ്പിച്ചത്, പേപ്പർ 1 അവിടെ ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് വരുന്നത്. നിങ്ങൾ പ്രിലിംസിൽ പഠിച്ച പേപ്പർ 1 തന്നെയാണ് അവിടെ ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് വരാൻ പോകുന്നത്. പഠിക്കുക, സമയം കളയാതിരിക്കുക. ഞങ്ങളുടെ ഈ പുതിയ 2 ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ 958590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. ലൈവ് ക്ലാസ്സുകളെല്ലാം തുടങ്ങാൻ പോവുക. വ്യക്തമായ ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കാം. ഇനി phase 3-ലുള്ള കുട്ടികൾ ആരും പേടിക്കണ്ട. പേപ്പർ 1 നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ആ പേപ്പർ പ്രിലിംസിന്റെ പേപ്പർ തന്നെയാണ് അടുത്ത പ്രാവശ്യം പേപ്പർ 1-ൽ വരാൻ പോകുന്നത്. ഒരു 70% സിലബസ് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ന് എക്സാം കഴിയുന്നോ അന്ന് നമുക്ക് മെയിൻസ് പ്രിപ്പറേഷൻ പ്രത്യേകം തുടങ്ങാം. ഓക്കെ, സമയം കളയാതിരിക്കുക. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഭാഗവാക്കാകുക. താഴെ കാണുന്ന ലിങ്കിൽ, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഡിഗ്രി പ്രിലിംസിന്റെയും ബാക്കി എക്സാമുകളുടെയും വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ടാവും. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.